വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്തതിൽ വിഷമമുണ്ടെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. ദുരന്തത്തിൽ കാണാതായവരെ കണ്ടെത്താനാകും മുൻഗണന. പുനരധിവാസം എത്രയും വേഗത്തിൽ സാധ്യമാക്കുമെന്നും മുണ്ടക്കൈ സന്ദർശിച്ച ശേഷം മന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. മുണ്ടക്കൈ ദുരന്തത്തിലെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടത്തു നിന്നും ധനമന്ത്രി നമ്മോടൊപ്പം ചേരുന്നു. ഈ പുഞ്ചിരിമട്ടം ആ പേര് പറയുന്നത് പോലെ വളരെ സന്തോഷം ആളുകൾക്കുണ്ടാക്കുന്ന, പുഞ്ചിരിയോടുകൂടി ഈ നാടിനെ എല്ലാം സ്വീകരിച്ചിരുന്നൊരു സ്ഥലമാണ്. ഇന്നിപ്പോൾ നോക്കൂ, എന്തൊരു വലിയ ദുരന്തമാണ്. ഈ സ്ഥലത്ത് നൂറുകണക്കിന് ആളുകൾ താമസിച്ചിരുന്നൊരു പ്രദേശമാണ്. നമ്മൾ ഈ നിൽക്കുന്നതൊക്കെ ആളുകളുടെ വീടുകളായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അത്രയും വലിയ ദുരന്തമാണ് ഉണ്ടായത്. മനുഷ്യസാധ്യമായതോ യന്ത്രങ്ങൾക്ക് സാധാരണഗതി ചെയ്യാൻ പറ്റാത്തോ തരത്തിലുള്ള ഒരു വലിയ ഒരു തകർച്ച, അല്ലെങ്കിൽ മനുഷ്യൻ എത്ര വിചാരിച്ചാലും ഇത്രയും വലിയ പാറക്കെട്ടുകളൊക്കെ താഴെ കൊണ്ടുപോകാൻ പറ്റില്ല. അത് മുഴുവൻ ഈ ചെറിയ അരുവിയിൽ ഭീമാകാരം പൂണ്ട ജലമൊഴുകിയത്തിൽ കൂടെ ഒഴുകി താഴേക്ക് പോയിരിക്കുകയാണ്. താഴോട്ട് നോക്കുമ്പോൾ അറിയാം, വലിയ ഒരു പുഴയുടെ കൂട്ടാണ്. ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. ഇത് ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാനോ സ്വപ്നം കാണാനോ കഴിയാത്ത തരത്തിലേക്കുള്ള ഒരു വലിയ ദുരന്തമാണ്. ഇങ്ങനൊരു വലിയ ദുരന്തം ഉണ്ടാകുമെന്നൊരു ആശങ്ക പോലും മനുഷ്യൻ്റെ മനസ്സിലില്ലാത്തതാണ്. ആ ദുരന്തത്തെ മറികടക്കാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. എല്ലാവരും ഒരുമിച്ച് നിന്ന് ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഇത്രയും വലിയ ഈ ദുരന്തത്തിൻ്റെ ഏറ്റവും വലിയ ആഴം താങ്കൾ നേരിൽ തന്നെ കണ്ടു വരികയാണ്. ഒപ്പം തന്നെ ഇതിനു വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പട്ടികയിൽ ഏറ്റവും മുൻഗണന എന്തിനായിരിക്കും? ഇതിപ്പോൾ ഏറ്റവും പ്രധാന കാര്യമായിട്ട് ഇപ്പോൾ പറയുന്നത്, ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച് അതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ പിന്തുണയും അതിനുള്ള പരിഹാരത്തിന് പറ്റുന്ന സഹായങ്ങളും ഒക്കെ കിട്ടേണ്ടതാണ്. അത് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നില്ല, പ്രോപ്പറായിട്ട് അതിനെ കാണുന്നില്ല എന്നുള്ള വിഷമമാണ് ആൾക്കുള്ളത്. പരാതി എന്നുള്ള വാക്ക് ഞാൻ ഈ അവസരത്തിൽ ഉപയോഗിക്കുന്നില്ല. കാരണം ഇത്രയും ഒരു വിഷമകരമായ കാര്യത്തെപ്പോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ കേന്ദ്ര ഭരണാധികാരികൾക്കെന്നുള്ളത് കേരളത്തിലെ എല്ലാവരും ചിന്തിക്കുന്ന കാര്യമാണ്. അതവർ തിരുത്താൻ തയ്യാറാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവരും ഞങ്ങളുടെ മക്കളാണ് എന്ന ഒരു രക്ഷകർത്ത ബോധത്തോടെയുള്ള സമീപനമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ആ രക്ഷകർത്ത സമീപനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നില്ല എന്നുള്ളത് വളരെയേറെ വിമർശനപരമാണ്, പ്രതിഷേധാർഹമാണ്. നഷ്ടപരിഹാര പാക്കേജൊക്കെ എപ്പോഴൊക്കെ പ്രഖ്യാപിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? നഷ്ടപരിഹാര പാക്കേജും ആളുകൾക്ക് പുനരധിവാസവും ഒക്കെ തൊട്ടടുത്ത ഘട്ടത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ആദ്യം ഇപ്പോഴും കണ്ടെത്താത്ത മനുഷ്യനെ കാണാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ആശുപത്രി കിടക്കുന്നവരെ അവരുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള കാര്യങ്ങളാണ്. ആ കാര്യം കഴിഞ്ഞാൽ ഉടൻ തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് പോകും. വളരെ വേഗത്തിൽ തന്നെ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകും. ഇത്രയും വേഗത്തിൽ തന്നെ പുനരധിവാസം, അതുപോലെ തന്നെ ആളുകളെ, ഇപ്പോൾ നിലവിലുള്ള ആളുകളുടെ പുനരധിവാസം, ഒപ്പം ആളുകളെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും ഊർജിതമാക്കും. അതിനുശേഷം പുനരധിവാസം സാധ്യമാക്കുമെന്നാണ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ നമ്മോട് പറഞ്ഞത്.